1985 മോട്ടോർ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി സർക്കാർ നിയമവും പദ്ധതിയും കൊണ്ടുവന്നത്. കേരളത്തിലെ മോട്ടോർ വ്യവസായ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ സാമൂഹിക പുരോഗതി, ജീവിത സുരക്ഷ ഇവ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു അത്. ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി ക്ഷേമനിധി ബോർഡ് ഉണ്ടായി. ആദ്യകാലത്ത് 50,000-ഓളം അംഗങ്ങളും ഏതാണ്ട് 15,000-ലധികം വാഹനങ്ങളും മാത്രമായിരുന്നു ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറി. കാലം മാറിയതിനനുസരിച്ച് സർക്കാർ നിയമവും മാറ്റി. വാഹന നികുതി സ്വീകരിക്കണമെങ്കിൽ ബോർഡിലേക്ക് അടയ്ക്കേണ്ട തുക അടച്ചിരിക്കണം എന്ന് സർക്കാരിൻ്റെ കർശന തീരുമാനം വന്നു. 1976-ലെ വാഹന നികുതി നിയമവും 1985-ലെ ക്ഷേമനിധി നിയമവും 2005-ൽ ഭേദഗതി ചെയ്തായിരുന്നു ഈ പുതിയ നിയമം. ഇതോടെ സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയർന്ന ബോർഡിൻ്റെ പ്രവർത്തനങ്ങളും കൂടുതൽ കാര്യക്ഷമമായി. ആ നേട്ടം 10 ലക്ഷത്തിലധികം തൊഴിലാളികളിലേക്കും എത്തി. 11,20,536 തൊഴിലാളികളും 15,49,080 വാഹനങ്ങളും ഇപ്പോൾ ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പെൻഷൻ, സ്വയം വിരമിക്കൽ പെൻഷൻ, അവശതാ പെൻഷൻ, ഫാമിലി പെൻഷൻ, റീഫണ്ട്, സ്വാഭാവിക മരണാനന്തര ധനസഹായം, അപകട മരണാനന്തര ധനസഹായം, ശവസംസ്കാര ധനസഹായം, അപകട ചികിത്സയ്ക്കും രോഗചികിത്സയ്ക്കുമുള്ള ധനസഹായം, സ്ത്രീ തൊഴിലാളികൾക്കുള്ള പ്രസവാനുകൂല്യം, തൊഴിലാളികളുടെ കുട്ടികൾക്കായുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, തൊഴിലാളികൾക്കും ആൺ പെൺ വ്യത്യാസമില്ലാതെ തൊഴിലാളികളുടെ 2 മക്കൾക്കും വിവാഹ ധനസഹായം എന്നിങ്ങനെ അനവധിയായ ആനുകൂല്യങ്ങൾ ബോർഡ് വഴി നൽകി വരുന്നു. കൂടാതെ മരണാനന്തര ശവസംസ്കാര ധനസഹായങ്ങൾ തൊഴിലാളികളുടെ ഗൃഹസന്ദർശനം നടത്തി ബോർഡിലെ ജീവനക്കാർ നേരിട്ട് നൽകുന്നു. പദ്ധതിയിൽ സജീവ അംഗങ്ങളായ തൊഴിലാളികളുടെ 1 മുതൽ 7 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കൾക്ക് പഠന സഹായത്തിനായുള്ള കിറ്റ്, ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ കലാകായിക അക്കാദമിക് രംഗങ്ങളിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും മികവ് തെളിയിച്ച കുട്ടികൾക്ക് സ്വർണ്ണ പതക്കം, പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന മക്കൾക്ക് ലാപ്ടോപ്പ് എന്നിങ്ങനെയുള്ള ആനുകൂല്യങ്ങളും പദ്ധതിയെ കൂടുതൽ ആകർഷകമാക്കുന്നു. ആനുകൂല്യങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിലേക്ക് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് ക്യാമ്പുകളും ബോധവൽക്കരണ ക്ലാസും നടത്തിവരുന്നു. ഈ ഓഫീസ് സംവിധാനം, G-Spark, ബയോമെട്രിക് അറ്റൻഡൻസ്, ഓൺലൈൻ മുഖേന ക്ഷേമനിധി വിഹിതം ഒടുക്കുവരുത്തുന്നതിനുള്ള സൗകര്യം, ഓൺലൈൻ പരാതി പരിഹാര പോർട്ടൽ സംവിധാനം, DBT മുഖേന ആനുകൂല്യ വിതരണം എന്നിവയുൾപ്പെടെ പദ്ധതി കൂടുതൽ തൊഴിലാളി സൗഹൃദവും സുതാര്യവും ആക്കുന്നതിലേക്കും ബോർഡ് പരിപൂർണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിലേക്കും ഉള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. ഗുണഭോക്താക്കൾക്ക് മികച്ച രീതിയിലുള്ള സേവനങ്ങൾ ലഭ്യമാക്കാൻ സാധിച്ചതിലൂടെ ISO 9001-2015 നോട്ടിഫിക്കേഷൻ ബോർഡിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിനും തിരുവനന്തപുരം, കൊല്ലം എന്നീ ജില്ലാ ഓഫീസുകൾക്കും ലഭിച്ചിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കി, വിപുലപ്പെടുത്തി, തൊഴിലാളി സൗഹൃദമാക്കി, എന്നും തൊഴിലാളികൾക്ക് കൂട്ടായി മാറി മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പുതിയ പടവുകൾ കയറുകയാണ്.